എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവിയിലേക്ക് മാറ്റുമോ? ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്ന് മാറ്റുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ അന്വേഷണം എത്ര സമയത്തിനകം പൂർത്തീകരിക്കും? ഒപ്പം തന്നെ മലപ്പുറം മുൻ എസ് പിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ആ ആരോപണങ്ങളിൽ ഏത് തരത്തിലുള്ള നടപടികളാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? രതീഷ്, കേരള പോലീസിൽ നടാടെയുള്ള സംഭവവികാസങ്ങളാണ് നടക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഈ അന്വേഷണ പ്രഖ്യാപനം അത് ശ്രദ്ധേയമാണ്. കാരണം സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉന്നതനെതിരെ ഭരണപക്ഷി MLA തന്നെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് ആ ഉദ്യോഗസ്ഥനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ്. ആ വേദിക്കും പ്രത്യേകതയുണ്ട്. പോലീസിൻ്റെ റാങ്ക് അനുസരിച്ച് ഏറ്റവും താഴെത്തട്ടിലുള്ള പോലീസുകാരുടെ അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനമാണ്. ആ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് ADGP MR അജിത് കുമാറിനെതിരെ ഉള്ള അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം നടക്കുമ്പോൾ, ആ പ്രഖ്യാപന വാചകം പൂർത്തിയാക്കും മുമ്പ് തന്നെ വലിയ കരഘോഷമാണ് വേദിയിലുണ്ടായത്. അപ്പോൾ തന്നെ നമുക്ക് അറിയാം പോലീസിൽ MR അജിത് കുമാറിനോടുള്ള സമീപനം എന്താണ് എന്നുള്ളത്. ഇനി അന്വേഷണത്തിലേക്ക് വരാം. അന്വേഷണത്തിനായി മുഖ്യമന്ത്രി നിയോഗിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബിനെയാണ്. ഷേഖ് ദർവേസ് സാഹിബിൻ്റെ പ്രാഥമികമായ അന്വേഷണമാകും നടക്കുക. ഇതിൽ MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട DGP തല അന്വേഷണത്തിൽ ഈ ആരോപണങ്ങളിൽ ഗൗരവ സ്വഭാവമുണ്ട് അല്ലെങ്കിൽ അതിൽ വസ്തുതയുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിൽ കൊലപാതകം, സ്വർണം കടത്ത് അടക്കമുള്ള മാഫിയ ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു ഉന്നതതല പ്രത്യേക സംഘത്തെ നിയോഗിക്കാനാണ് സാധ്യത. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന കവടിയാറിലെ കൊട്ടാരം പോലെയുള്ള വീട് നിർമ്മാണം അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ ഒരുപക്ഷെ വിജിലൻസിനെ ചുമതലപ്പെടുത്താനുമുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ സാമ്പത്തിക ആരോപണം ഗുരുതരമാണ്. അതിൽ മറ്റ് ചില സാമ്പത്തിക ആരോപണങ്ങൾ കൂടി MR അജിത് കുമാറിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഈ സാമ്പത്തിക ആരോപണങ്ങൾ പരാതിയായി DGPക്ക് മുന്നിലുണ്ട്. നിലവിൽ പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിൽ അടുത്ത ADGP ആരാകണം എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്.